വെൽക്കം ടു ഹാപ്പി ഹെൽത്തി കിഡ്സ് ടൈം. കഴിഞ്ഞ എപ്പിസോഡിൽ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നല്ലോ. കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്ക് ഗുളിക കൊടുക്കാൻ പറ്റുമോ? സാധാരണ 4 വയസ്സ് 5 വയസ്സ് കഴിയുമ്പോൾ കുട്ടികൾക്ക് ഗുളിക വിഴുങ്ങാൻ പാകമാകും. എന്നാലും 8 വയസ്സുള്ള കുട്ടികൾ പോലും ഗുളിക എഴുതേണ്ട, സിറപ്പ് തന്നാൽ മതിയെന്ന് പറയാറുണ്ട്. ഒരിക്കലും ഗുളിക നിർബന്ധിച്ച് കൊടുക്കരുത്. 5 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഗുളിക 2ആയിട്ടോ 4ആയിട്ടോ പൊട്ടിച്ച് കൊടുത്താൽ വിഴുങ്ങാവുന്നതേ ഉള്ളൂ. വിഴുങ്ങുമ്പോൾ വെള്ളത്തിനേക്കാൾ കുറച്ചും കൂടെ നല്ലത് ജ്യൂസോ സിറപ്പ് പോലുള്ള എന്തെങ്കിലും ആണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ഗുളിക ഇറങ്ങിപ്പോകും. ഇനി എല്ലാ ഗുളികകളും പൊട്ടിച്ച് കൊടുക്കാൻ പറ്റുമോ? ചില സ്ലോ റിലീസ് ഗുളികകളുണ്ട്, അത് പൊട്ടിച്ച് കൊടുക്കാൻ പാടില്ല. പിന്നെയുള്ള ഗുളിക ഡിസ്പേഴ്സിബിൾ ടാബ്ലറ്റ്സ് ആണ്. അത് ശരിക്കും വെള്ളത്തിൽ അലിയിച്ചോ എന്തിലെങ്കിലും അലിയിച്ച് കൊടുക്കേണ്ട ഗുളികകളാണ്. വേണമെങ്കിൽ അത് വിഴുങ്ങുന്നതിനും കുഴപ്പമില്ല, പക്ഷേ അത് നാക്കിൽ വെച്ചാൽ ഉടനെ തന്നെ അലിയുന്നത് കൊണ്ട് ചില കുട്ടികൾ അപ്പോൾ തന്നെ തുപ്പിക്കളയും. അതുകൊണ്ട് അത് അലിയിച്ച് കൊടുക്കുകയാണ് നല്ലത്. ഇനിയൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളത്, ഡ്രൈ സിറപ്പ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കലക്കേണ്ടതെന്ന്. നിങ്ങളെല്ലാവരും കൊടുത്തു കാണുമല്ലോ. മിക്കവാറും ആൻറ്റിബയോട്ടിക്സുകളാണ് ഡ്രൈ സിറപ്പായിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ എപ്പോഴും സ്റ്റെറൈൽ വാട്ടറും കാണും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൈ വൃത്തിയായിട്ട് കഴുകുക. അതിനുശേഷം ഈ സ്റ്റെറൈൽ വാട്ടർ അത് കുറേശ്ശെ ഒഴിച്ച് ഒരുപാട് ശക്തിയായിട്ട് കുലുക്കരുത്. ശരിക്കും പറഞ്ഞാൽ കൈയുടെ ഇടയിൽ വെച്ച് റോള് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. റോള് ചെയ്യുകയാണെങ്കിൽ അധികം പത വരികയില്ല. പിന്നെ ശരിക്ക് അടിയിൽ കലങ്ങാതെ കിടക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്യാം. എന്തായാലും അടിയിൽ സെഡിമെൻ്റ് ഉണ്ടാവുമെന്ന് നോക്കണം. അങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ് നമ്മൾ കലക്കേണ്ടത്. ഇനി ഈ കലക്കിയ മരുന്നുകൾ നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യണമെന്നുള്ളതാണ്. അമോക്സിലിൻ ക്ലാവലാനിക് ആസിഡ് എന്ന കോമ്പിനേഷൻ മരുന്നുകൾ കലക്കി കഴിഞ്ഞാൽ എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതിനൊരു കളർ വ്യത്യാസം ഉണ്ടാകുകയും ചെയ്യും. കൊടുക്കാൻ എടുക്കുന്നതിന് മുമ്പ് കുറച്ച് കൊടുക്കേണ്ട അളവെടുത്ത് പുറത്ത് വെച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ചില മരുന്നുകളുണ്ട്, ആംബിസിലിൻ, അമോക്സിലിൻ പോലത്തെ മരുന്നുകൾ വേണമെങ്കിൽ വയ്ക്കാം, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അസിത്രോമൈസിൻ എന്ന് പറഞ്ഞ ആൻറ്റിബയോട്ടിക് ഫ്രിഡ്ജിൽ വെക്കരുത്. അത് കുറച്ച് കട്ടിയാവും, പിന്നെ കുടിക്കാനും പ്രയാസമായി, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഡ്രൈ സിറപ്പുകൾ സാധാരണ 7-10 ദിവസം വരെ മാത്രമേ സ്റ്റേബിളായിട്ടിരിക്കുകയുള്ളൂ. സാധാരണ ആൻറ്റിബയോട്ടിക്സ് കോഴ്സുകളെല്ലാം മാക്സിമം 7 അല്ലെങ്കിൽ 10 ദിവസങ്ങളിലാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല, അത് ഡിസ്കാർഡ് ചെയ്യണം. സോ അങ്ങനെയാണ് വളരെ ശ്രദ്ധിച്ച് ഡ്രൈ സിറപ്പുകൾ കലക്കേണ്ടതാണ്. എന്തിലെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കാവൂന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. സാധാരണ മരുന്ന് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പാലിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഒരു കാര്യം, വളരെ കുറച്ച് പാലോ വെള്ളമോ മാത്രമേ മിക്സ് ചെയ്യാവുള്ളൂ. ഒരു കുപ്പി പാലിൽ മുഴുവൻ കൂടെ മിക്സ് ചെയ്താൽ പാല് കുടിച്ചില്ലെങ്കിൽ മരുന്നിൻ്റെ ഡോസും ശരിയാകുകയില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളത്തിലോ കുറച്ച് പാലിലോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മിക്സ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ചില മരുന്നുകൾ, അതായത് അയൺ സിറപ്പുകൾ പാലിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അബ്സോർപ്ഷൻ ശരിയാകുകയില്ല. എന്നാൽ ഫ്രൂട്ട് ജ്യൂസിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുകയും ഇഫക്റ്റീവ് ആകുകയും ചെയ്യും. അതെല്ലാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മിക്സ് ചെയ്ത് കൊടുക്കാവുള്ളൂ. പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ്, 2 മരുന്നുണ്ടല്ലോ 3 മരുന്നുണ്ടല്ലോ, 3ഉം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വായിലൊഴിച്ച് കൊടുക്കാവുന്നു. മരുന്നുകളെല്ലാം കെമിക്കലല്ലേ, അതുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിന് ഇൻ്ററാക്ഷൻസൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് കഴിയുന്നതും വേറെ ആയിട്ട് കൊടുക്കുകയാണ് നല്ലത്. ഒരു ഡോസ് മരുന്ന് കുട്ടി ഉറങ്ങിപ്പോയി, സ്കൂളിൽ പോയി, അതുകൊണ്ട് മരുന്ന് മിസ് ചെയ്തു പോയെന്ന് പറയുന്നത് കേൾക്കാം. ഒരു ഡോസ് മരുന്ന് മിസ് ചെയ്ത് പോയാൽ എന്താണ് ചെയ്യേണ്ടത്? ഓർത്ത ഉടനെ അങ്ങ് കൊടുക്കുക. പിന്നത്തെ ഡോസ് ഒരു 4 മണിക്കൂറോ 5 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ കൊടുക്കാവുള്ളൂ. അല്ലാതെ ഉടനെ കൊടുത്താൽ ചിലപ്പോൾ ഓവർ ഡോസ് ആയിപ്പോകും. ദിവസവും കൃത്യമായി മരുന്ന് കൊടുക്കേണ്ട ചില അവസരങ്ങളുണ്ട്. ഉദാഹരണത്തിന് TBയുടെ മരുന്ന്,
ചില അസുഖത്തിന് കൊടുക്കുന്ന സ്റ്റീറോയിഡ് മരുന്നുകൾ, പിന്നെ ഇപ്പോൾ 1 വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കും വൈറ്റമിൻ ഡിയും പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് എങ്ങനെ ഇതെല്ലാം ഓർത്ത് വെച്ച് കൊടുക്കുമെന്ന്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഒരേ സമയത്ത് തന്നെ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ മിക്കവാറും അത് മറന്നു പോവുകയില്ല. ചില മരുന്നുകൾ എണീറ്റ ഉടനെയാണല്ലോ കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയിഡ് ഗുളികകൾ, TBയുടെ ചില മരുന്നുകളെല്ലാം വെറും വയറ്റിൽ രാവിലെ എണീറ്റ ഉടനെയാണ് കൊടുക്കേണ്ടത്. അത് സാധാരണ മറന്നു പോകാറില്ല. പിന്നെ വൈറ്റമിൻസ് എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് വേണമെങ്കിൽ കുളിപ്പിക്കുന്നതിന് മുമ്പ് ദിവസവും അങ്ങ് കൊടുക്കുകയാണെങ്കിൽ, ഇനി അഥവാ മരുന്നൊന്ന് മുഖത്തോ ദേഹത്തോ ഉടുപ്പിലോ ആയാലും കുളിച്ച് കഴിയുമ്പോൾ അതെല്ലാം ക്ലീനായിട്ടിരിക്കുമല്ലോ. അങ്ങനെ ഒരു ഫിക്സഡ് സമയം വയ്ക്കുകയാണെങ്കിൽ നമ്മൾ മരുന്ന് കൊടുക്കുന്നത് മിക്കവാറും വിട്ടുപോകുകയില്ല. ഇനി മരുന്നുകൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ കൊടുക്കാവോ? ഐഡിയലായി പറയുകയാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരു മരുന്നും കൊടുക്കാൻ പാടില്ല. എന്നാലും ചില അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ, അസുഖങ്ങളല്ല, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ മരുന്നുകൾ കൊടുക്കാവോ? പനിയുടെ മരുന്ന് 1 ഡോസ് വേണമെങ്കിൽ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള ഡോസ് പ്രകാരം 1 ഡോസ് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഛർദിലിൻ്റെ മരുന്ന് 1 ഡോസ് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും പനിയും ഛർദിലും എല്ലാം രോഗലക്ഷണങ്ങളാണല്ലോ, നമ്മൾ ചികിത്സിക്കേണ്ട രോഗത്തിനെയാണല്ലോ. അതുകൊണ്ട് 1 ഡോസിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. ഉടനെ ഡോക്ടറെ കണ്ട് എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണ് വേണ്ടത്. ഇനി മരുന്നെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു കുട്ടിക്ക്. ഈ മരുന്ന് എങ്ങനെ എവിടെ സ്റ്റോർ ചെയ്യണമെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മരുന്ന് എവിടെ സ്റ്റോർ ചെയ്യണം? എല്ലാ മരുന്നിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ടല്ലോ, കീപ്പ് ഇൻ കൂൾ ഡ്രൈ പ്ലേസ്. അപ്പോൾ നമ്മളെവിടെ വയ്ക്കും? കബോർഡ് അടുക്കളയിലാണല്ലോ സാധാരണ എല്ലാവരും എപ്പോഴും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലം. അതുകൊണ്ട് അടുക്കളയിൽ കബോർഡിൽ സാധാരണ വയ്ക്കാതിരിക്കുക നല്ലത്. എന്താണെന്ന് വെച്ചാൽ അടുപ്പിൻ്റെ ചൂടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുണ്ടെങ്കിൽ മരുന്ന് കേടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ബാത്റൂം കബോർഡിലും വയ്ക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ പൂട്ടുള്ള ഏതെങ്കിലും ഡ്രോയറിലോ കബോർഡിലോ ഏതെങ്കിലും അധികം ലൈറ്റ് അടിക്കാത്ത മുറിയിൽ സേഫായിട്ട് പൂട്ടി വയ്ക്കുകയാണ് നല്ലത്. പൂട്ടി വയ്ക്കുന്നതെന്ന് ഞാൻ പ്രത്യേകം സ്ട്രെസ് ചെയ്ത് പറയുന്നത്, മരുന്ന് ഇഷ്ടമുള്ള കുട്ടികളെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നല്ലോ. മരുന്ന് ഇഷ്ടമുള്ള കുട്ടികൾ എങ്ങനെയും മുകളിൽ കസേരയിട്ടോ സ്റ്റൂളിട്ട് കയറി മരുന്നെടുത്ത് പൊട്ടിച്ച് കഴിച്ച് പോയ്സണിങ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും മരുന്ന് ലോക്ക് ചെയ്ത് തന്നെ വെക്കണം. ഇനി മരുന്ന് നമ്മളെല്ലാ ഡോക്ടർമാരും പറയുന്നത് മരുന്ന് കറക്റ്റായിട്ട് കറക്റ്റ് ഡോസിൽ കറക്റ്റ് ഡ്യൂറേഷൻ കൊടുക്കണമെന്നാണ്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഡോക്ടറോട് ചോദിക്കാതെ തന്നെ മരുന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യാവോ? ചെയ്യാം. ഒരു മരുന്ന് കൊടുത്തിട്ട് അതിന് കുട്ടിക്ക് ഉടനെ റാഷും ദേഹത്ത് പാടുകളും ചൊറിച്ചിലും വരികയാണെങ്കിൽ ആ മരുന്ന് അലർജി ഉണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ മരുന്ന് ഉടനെ നിർത്തണം. പിന്നെ ചില ആൻറ്റിബയോട്ടിക്സുകൾ കൊടുത്താൽ കുറച്ച് ഡയറിയ പോലെ വയറിളക്കം പോലെ വരാറുണ്ട്. അത് കൂടുതലായിട്ടുണ്ടെങ്കിലും ഉടനെ നിർത്തിയിട്ട് ഡോക്ടറുടെ ഉപദേശം തേടണം. അപ്പോൾ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഇത്രയെങ്കിലും കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്യേണ്ടതാണ്. എല്ലാവരും പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ച് കേട്ട് കാണുമല്ലോ, പറഞ്ഞതുപോലെ ചെയ്യാൻ ശ്രമിക്കുമല്ലോ. എല്ലാ കുട്ടികൾക്കും എന്നും എപ്പോഴും സന്തോഷവും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് ഒന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ വേറൊരു വിഷയമായി നമുക്ക് കണ്ടുമുട്ടാം.